സിറ്റി സ്കാൻ അപ്ഡേറ്റ്സിലേക്ക്. മലപ്പുറം ജില്ലയിൽ CPM-ന് നേരെ ഇത്തവണയും പേയ്മെന്റ് സീറ്റ് ആരോപണം വിട്ടൊഴിയുന്നില്ല. മുതിർന്ന നേതാക്കളെയും ജനകീയരായ സഖാക്കളെയും തഴഞ്ഞ് മുതലാളിമാർക്ക് പാർട്ടി പരവതാനി വിരിക്കുന്ന കാഴ്ചയാണ് ഇത്തവണയും സ്ഥാനാർത്ഥി നിർണയത്തിൽ കണ്ടത്. ഇതിനെതിരെ പാർട്ടിക്കുള്ളിലും പൊതുജനങ്ങൾക്കിടയിലും ചർച്ചകൾ സജീവമാണ്. മലപ്പുറത്തെ CPM-നെതിരെ പേയ്മെന്റ് സീറ്റ് ആരോപണം മുമ്പും പലതവണ ഉയർന്നിട്ടുള്ളതാണ്. മുമ്പ് ലീഗിൽ നിന്നോ കോൺഗ്രസിൽ നിന്നോ പുറത്തു ചാടുന്നവർക്കാണ് സീറ്റ് നൽകിയിരുന്നതെങ്കിൽ ഇപ്പോൾ വ്യവസായ പ്രമുഖർക്കാണ് സീറ്റ്. UDF-ൽ സീറ്റ് ലഭിക്കാത്ത പലരെയും ചാക്കിട്ട് പിടിക്കാനുള്ള ശ്രമം CPM നടത്തിയെങ്കിലും ഇത്തവണ ഒന്നും ഫലം കണ്ടില്ല. ഇതോടെയാണ് മുതലാളിമാരെ ഇറക്കി പല മണ്ഡലത്തിലും പ്രചാരണം കൊഴുപ്പിക്കാൻ തീരുമാനിച്ചത്. മലപ്പുറം ജില്ലയിൽ സ്ഥാനാർത്ഥിയാകാൻ ജനകീയതയല്ല മറിച്ച് കൈവശമുള്ള പണമാണ് മാനദണ്ഡമെന്ന ആക്ഷേപമാണ് ഇതിനോടകം CPM-നെതിരെ ഉയർന്നിരിക്കുന്നത്. CPM-ൽ ടിക്കറ്റ് ലഭിക്കണമെങ്കിൽ പ്രചാരണ ചെലവ് സ്ഥാനാർത്ഥി തന്നെ വഹിക്കണമെന്നാണ് അലിഖിത നിയമം. സ്വതന്ത്രനാണെങ്കിൽ പാർട്ടി ഫണ്ട് വേറെയും നൽകണം. ഇതിനാൽ തന്നെ വർഷങ്ങളായി പാർട്ടിക്കായി വിയർപ്പൊഴുക്കുന്ന ജനകീയ മുഖങ്ങളിൽ പലരും പട്ടികക്ക് പുറത്താണ്. സഖാവ് കൂട്ടായി ബഷീർ, ശിവദാസൻ തുടങ്ങിയ ഡസൻ കണക്കിന് നേതാക്കളാണ് പണമില്ലെന്ന ഒറ്റ കാരണത്താൽ അവസരം നിഷേധിക്കപ്പെട്ടിരിക്കുന്നത്. താനൂരിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജയൻ അടക്കം മത്സരരംഗത്ത് നിന്ന് മാറിയാണ് പ്രവാസി വ്യവസായിക്ക് സീറ്റ് നൽകിയിട്ടുള്ളത്. താനൂരിലും വേങ്ങരയിലും പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത വ്യവസായികൾക്കാണ് ഇത്തവണ അവസരം നൽകിയിരിക്കുന്നത്. മങ്കടയിൽ LDF പിന്തുണയോടെ മത്സരിക്കുന്നതും സ്വതന്ത്രനാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തിന് പകരം ബിസിനസ് താൽപര്യങ്ങൾ മുൻനിർത്തി സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് പാർട്ടിയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്ന് അണികൾ ചൂണ്ടിക്കാട്ടുന്നു. പൊന്നാനി അടക്കമുള്ള ഉറച്ച മണ്ഡലങ്ങളിൽ പോലും പാർട്ടി വികാരം മാനിക്കപ്പെട്ടില്ലെന്നാണ് പരാതി. 2 മണ്ഡലങ്ങളിൽ വനിതാ സഖാക്കളെ മത്സരിപ്പിക്കുന്നുണ്ടെങ്കിലും പലയിടത്തും UDF-നെ നേരിടാൻ കെൽപ്പുള്ള ശക്തരായ സ്ഥാനാർത്ഥികൾ പോലുമില്ല. മത്സരരംഗത്തില്ലെന്ന് പറഞ്ഞ KT ജലീലിന് 4മതും പാർട്ടി സീറ്റ് നൽകി. വികസനത്തെക്കാളും രാഷ്ട്രീയത്തെക്കാളും ഫണ്ട് മാത്രം മാനദണ്ഡമായി മാറുമ്പോൾ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ പ്രസക്തിയാണ് ഇതിലൂടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. മന്ത്രി V. അബ്ദുറഹ്മാൻ പാർട്ടി പ്രഖ്യാപിച്ച താനൂർ വിട്ട് തിരൂരിൽ സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് പാർട്ടിക്കുമേൽ വ്യക്തികൾക്കും മുതലാളിമാർക്കുമുള്ള സ്വാധീനമാണ് വ്യക്തമാക്കുന്നത്. പാർട്ടി തീരുമാനത്തെക്കാൾ മുകളിൽ വ്യക്തി താൽപര്യങ്ങൾ മാറുന്ന ഈ സാഹചര്യം CPM-നെ പോലൊരു കേഡർ പാർട്ടിക്ക് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അധികാര തുടർച്ച ലക്ഷ്യമിടുന്ന ഇടതുപക്ഷം മലപ്പുറത്ത് നടത്തുന്ന ഈ വിട്ടുവീഴ്ചകൾ വോട്ടർമാർ എങ്ങനെ സ്വീകരിക്കുമെന്നും ആദർശത്തെക്കാൾ പണത്തിന് പ്രാധാന്യം നൽകുമ്പോൾ കാലിടറുന്നത് പാർട്ടിക്കാണോ അതോ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനാണോ എന്നും കണ്ടറിയാം. ഷോപ്പിക വെഡിങ്സ്, ദ ബ്രൈഡൽ ലെഗസി.